PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നടക്കുന്ന എല്ലാ PSC പരീക്ഷകളിലും കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്നും സ്ഥിരമായി ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ് ഏഷ്യൻ ഗെയിംസ് 2023 എന്ന് പറയുന്നത്. ഇപ്പോൾ നടന്നിട്ടുള്ള ഏതൊരു പരീക്ഷയുടെ ചോദ്യപേപ്പർ എടുത്ത് നോക്കിക്കോളൂ, 1-2 മാർക്കിന് ചോദ്യം ഏഷ്യൻ ഗെയിംസിൽ നിന്നും ചോദിക്കുന്നുണ്ട്. ഏഷ്യൻ ഗെയിംസിന്റെ വേദി, ഏഷ്യൻ ഗെയിംസ് 2023ൽ ഇന്ത്യ സ്വർണം നേടിയ ഇനങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെ പല തരത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. 1-2 ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരു പരീക്ഷയ്ക്ക്. ഓക്കെ, അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നമ്മൾ എല്ലാ ദിവസവും കാലത്ത് 6 മണിക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്. വരാനിരിക്കുന്ന എല്ലാ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ക്ലാസ്. അപ്പോൾ എല്ലാവരും കണ്ട് പ്രയോജനപ്പെടുത്തുക. അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് നോട്ട്ബുക്ക് ഞാൻ കരുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നോട്ട്ബുക്കും പെന്നും എടുത്തിട്ടിരിക്കുക, നോട്ട്സ് എഴുതിയിട്ട് പഠിക്കാം. അതുകൂടാതെ കാലത്ത് 10 മണിക്ക് നമ്മൾ യൂണിവേഴ്സിറ്റി LGS മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരെ ഫോക്കസ് ചെയ്തിട്ട് SCRT ടോപ്പിക്സും ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സും എല്ലാം ക്ലാസ് ചെയ്യുന്നുണ്ട്. അതും എല്ലാവരും മാക്സിമം പ്രയോജനപ്പെടുത്തുക. പിന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മുടെ ചാനലിലൂടെ നമ്മൾ PSCയുടെ ഹോട്ട് ടോപ്പിക്സ് ആണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതും എല്ലാവരും നോട്ട്സൊക്കെ തയ്യാറാക്കിയിട്ട് പഠിക്കണം. പിന്നെ രാത്രി 8 മണിക്ക് ലൈവ് ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ലൈവ് ക്ലാസ്സിലൂടെ. ഓരോ സബ്ജക്റ്റ് വൈസ്, ഓരോ ടോപ്പിക് വൈസ് മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന പരീക്ഷകളിലെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. ഒരു മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുമ്പോഴത്തേനും ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങളിൽ കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഡെയിലി നമ്മൾ മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ എല്ലാവരും മാക്സിമം വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കാനായിട്ട് നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. ഏഷ്യൻ ഗെയിംസ് 2023 ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഏഷ്യൻ ഗെയിംസ് 2023 കടക്കുന്നതിന് മുൻപ് നമുക്ക് ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പ്രസ്താവന രീതിയിലൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെടുത്തി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗുരുദത്ത് സോധിയാണ്. ഗുരുദത്ത് സോധിയാണ് ഏഷ്യൻ ഗെയിംസിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി എന്താണ് ഏഷ്യൻ ഗെയിംസിൻ്റെ മുദ്രാവാക്യം? പൊതുവായ മുദ്രാവാക്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഷ്യൻ ഗെയിംസിൻ്റെ പൊതുവായ മുദ്രാവാക്യമാണ് എവർ ഓൺവേർഡ്. എവർ ഓൺവേർഡ് എന്നുള്ളതാണ് ഏഷ്യൻ ഗെയിംസിൻ്റെ പൊതുവായ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് എപ്പോഴാ? ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് 1951 എവിടെ വെച്ചാണ് നടന്നത്? ഡൽഹിയിൽ വച്ചാണ് നടക്കുന്നത്. 1951 ഡൽഹിയിൽ വച്ചാണ് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. ഈ ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഈ പറയുന്ന ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ വച്ച് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഇത് 2 തവണയാണ് നടന്നിട്ടുള്ളത്. ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ വെച്ച് എത്ര തവണ നടന്നിട്ടുണ്ട്? 2 തവണ നടന്നിട്ടുണ്ട്. ആദ്യത്തേത് 1951 ഡൽഹിയിൽ വെച്ച് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1982 ഇതുപോലെ ഡൽഹിയിൽ വെച്ച് തന്നെയാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, 2 വർഷമാണ് നടന്നിട്ടുള്ളത്. 1951 1982 വേദി എവിടെ തന്നെയായിരുന്നു? ഡൽഹിയിൽ തന്നെ ആയിരുന്നു. ഓക്കെ, ഇനി ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത രാജ്യങ്ങൾ എത്രയായിരുന്നു? ആദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസ് നടന്നപ്പോൾ 1951 എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 11 രാജ്യങ്ങളാണ് പങ്കെടുത്തിരുന്നത്. ഓക്കെ, 11 രാജ്യങ്ങളാണ് ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൽ മെഡൽ പട്ടിക നോക്കുകയാണെങ്കിൽ ഈ 11 രാജ്യങ്ങൾ പങ്കെടുത്തതിൽ 1-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ടായിരുന്നത് ജപ്പാനാണ് 1-ാം സ്ഥാനത്തുണ്ടായിരുന്നത്. 2-ാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയായിരുന്നു. 2-ാം സ്ഥാനത്ത് മെഡൽ പട്ടികയിൽ ഇന്ത്യയായിരുന്നു 2-ാം സ്ഥാനത്ത്. ഓക്കെ, 11 രാജ്യങ്ങളിൽ 1-ാം സ്ഥാനം ജപ്പാൻ, 2-ാം സ്ഥാനം ഇന്ത്യക്കായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി സ്വർണം നേടുന്ന ഇന്ത്യൻ കായിക താരം ആരാണ്? ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായിട്ട് ആദ്യമായി
സ്വർണം നേടുന്ന ഇന്ത്യൻ കായിക താരം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സച്ചിൻ നാഗ് ആണ് കേട്ടോ. സച്ചിൻ നാഗ് 1951 ഡൽഹിയിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിലാണ് സ്വർണം നേടിയത്. അദ്ദേഹം സച്ചിൻ നാഗ് നീന്തൽ താരമാണ് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. നീന്തൽ താരമാണ്. അപ്പോൾ ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി സ്വർണം നേടുന്ന ഇന്ത്യൻ കായിക താരമാണ് സച്ചിൻ നാഗ്. 1951 ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടി നീന്തൽ താരമാണ്. ഇനി ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി സ്വർണം നേടുന്ന ഇന്ത്യൻ വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി സ്വർണം നേടുന്ന ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ കമൽജിത്ത് സന്ധു ആണ്. കമൽജിത്ത് സന്ധു ആണ് ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായിട്ട് സ്വർണം നേടുന്ന ഇന്ത്യൻ വനിത. അത് 1970 ഏഷ്യൻ ഗെയിംസിലാണ് കേട്ടോ. ബാങ്കോക്കിൽ വെച്ച് നടന്ന 1970 ഏഷ്യൻ ഗെയിംസിലാണ് ആള് സ്വർണം നേടുന്നത്. ഇനി ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായി സ്വർണം നേടിയ മലയാളി ആരാന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ്. TC യോഹന്നാൻ. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായിട്ട് സ്വർണം നേടിയ മലയാളി TC യോഹന്നാൻ. ഇനി ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യത്തെ മലയാളി വനിത ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? MD വത്സമ്മയാണ് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യത്തെ മലയാളി വനിത. ഇനി ഏഷ്യൻ ഗെയിംസിന് ഒരു ഭാഗ്യചിഹ്നം ഉണ്ടായിരിക്കും അല്ലെ. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് തിരഞ്ഞെടുത്തത് 1982 ഡൽഹിയിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിലാണ് ആദ്യമായിട്ടൊരു ഭാഗ്യചിഹ്നം കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പു എന്നു പേരുള്ള ഒരു ആനക്കുട്ടിയായിരുന്നു ഈ ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ആരാണ് ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുന്നത്? ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുന്നത് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ ആണ് കേട്ടോ. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ, OCA, ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യ ആണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഇവരുടെ ആസ്ഥാനം, OCAയുടെ ആസ്ഥാനം എവിടെയാണ്? കുവൈറ്റ് ആണ് കേട്ടോ. കുവൈറ്റ്. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കുവൈറ്റ് ആണ്. അപ്പോൾ OCA ആണ് ഏഷ്യൻ ഗെയിംസ് സംഘടിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഏഷ്യൻ ഗെയിംസ് 2023 വരാം. അപ്പോൾ ഏഷ്യൻ ഗെയിംസ് 2023, അപ്പോൾ എത്രാമത് ഏഷ്യൻ ഗെയിംസ് ആണ് 2023 നടക്കുന്നത്? 19ാമത് ഏഷ്യൻ ഗെയിംസ് ആണ് കേട്ടോ. 2023 നടന്നത് 19ാമത് ഏഷ്യൻ ഗെയിംസ് ആണ്. ഇത് 2023 നടന്നു എന്നുള്ളത് കൊണ്ടാണ് 2023 എഴുതിയിരിക്കുന്നത്. ഒഫീഷ്യലി ഇത് പറയുമ്പോൾ പേരെന്താ? ഏഷ്യൻ ഗെയിംസ് 2022 എന്നാണ് ഇതിന്റെ ഒഫീഷ്യൽ നെയിം. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് ഏഷ്യൻ ഗെയിംസ് 2022 എന്നും പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ചോദ്യം വരാം. 2023 നടന്നു എന്നേ ഉള്ളൂ. ആക്ച്വലി 2022 നടക്കേണ്ടതാണ്. കൊറോണയുടെ കാരണം കൊണ്ടാണ് 2023 മാറ്റിയത്. ഓക്കെ, അപ്പോൾ 19ാമത് ഏഷ്യൻ ഗെയിംസ് ആണ് 2023 നടന്നത്. ഓക്കെ, അപ്പോൾ എവിടെയായിരുന്നു വേദി? വേദി എന്ന് പറയുന്നത് ഹാങ്ചൗ എന്ന് പറയുന്ന സ്ഥലം എവിടെയാ? ചൈനയിലെ ഹാങ്ചൗ ആണ് 19ാമത് ഏഷ്യൻ ഗെയിംസ് 2023 വേദി. ഹാങ്ചൗ ചൈനയാണ്. ഓക്കെ, എപ്പോൾ മുതലാണ് നടന്നിട്ടുണ്ടായിരുന്നത്? 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെ. 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെയാണ് ഏഷ്യൻ ഗെയിംസ് 2023 നടന്നത്. ഇനി ഇതിന്റെ വേദി നമ്മൾ 19ാമത് ഹാങ്ചൗ ചൈനയാണെന്ന് പറഞ്ഞു. 2018 തൊട്ടുള്ളതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. 2018 ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു? ജക്കാർത്ത ആയിരുന്നു. ജക്കാർത്ത എവിടെയാ? ഇന്തോനേഷ്യയിലായിരുന്നു 2018 വേദി. ദെൻ 2022, അതായത് 2022 എന്ന് പറയുന്നത് നടന്നത് 2023 വേദി എവിടെയാണ്? ഹാങ്ചൗ ചൈന. ഓക്കെ, ഹാങ്ചൗ ചൈനയിലാണ് 2022 വേദി. ദെൻ 4 വർഷം കൂടുമ്പോഴാണേ. അപ്പോൾ 2026 അടുത്തത് വേദിയാകാൻ പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഐച്ചി നഗോയ എന്ന് പറയുന്ന സ്ഥലമാണ്. എവിടെയാണത്?
ജപ്പാനിലാണ്. ജപ്പാനിലെ ഐച്ചി നഗോയയിലാണ് 2026 നടക്കുന്നത്. ഇനി 2030 എവിടെയാണെന്നുള്ള വേദിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ദോഹയിലാണ്. ദോഹ, ഖത്തറിലെ ദോഹയിലാണ് 2030. ദെൻ 2034 വേദി എന്ന് പറയുന്നത് റിയാദ് ആണ് കേട്ടോ. റിയാദ്, സൗദി അറേബ്യ. ഓക്കെ, ഇത്രയും വേദികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എല്ലാം പഠിച്ചിരിക്കണം. 2018 വേദി ജക്കാർത്ത, ഇന്തോനേഷ്യ. 2022 ഹാങ്ചൗ, ചൈന. 2026 ഐച്ചി നഗോയ, ജപ്പാൻ. 2030 ദോഹ, ഖത്തർ. 2034 റിയാദ്, സൗദി അറേബ്യ. അപ്പോൾ ഈ സ്പോർട്സിൻ്റെ വെന്യൂസ് മാത്രമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കോഡൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വേദികൾ പറഞ്ഞു ഏഷ്യൻ ഗെയിംസിൻ്റെ. ഇനി എന്താണ് ഏഷ്യൻ ഗെയിംസ് 2023 മുദ്രാവാക്യം? പൊതുവായ മുദ്രാവാക്യം നമ്മൾ പറഞ്ഞു എവർ ഓൺവേർഡ് എന്ന് പറഞ്ഞിട്ട്. അതല്ലാതെ പൊതുവായിട്ട് അല്ലാതെ ഏഷ്യൻ ഗെയിംസ് 2023 വേണ്ടി ഒരു മുദ്രാവാക്യമുണ്ട്. അതാണ് ഹാർട്ട് ടു ഹാർട്ട് അറ്റ് ഫ്യൂച്ചർ. ഹാർട്ട് ടു ഹാർട്ട് അറ്റ് ഫ്യൂച്ചർ എന്നുള്ളതാണ് ഏഷ്യൻ ഗെയിംസ് 2023 മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഓക്കെ, പൊതുവായത് എന്തായിരുന്നു? എവർ ഓൺവേർഡ് എന്ന് പറയുന്ന മുദ്രാവാക്യമാണ്. ഇനി ഭാഗ്യചിഹ്നം എന്താണ്? ആദ്യത്തെ ഭാഗ്യചിഹ്നം നമ്മൾ പറഞ്ഞു എന്താ? അപ്പു എന്ന് പറയുന്ന ഒരു ആനക്കുട്ടിയാണെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ ഏഷ്യൻ ഗെയിംസ് 2023 ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് 3 റോബോട്ടുകളാണ്. റോബോട്ട് കേട്ടോ, 3 റോബോട്ടുകളാണ്. ആ 3 റോബോട്ടുകളാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അവയുടെ പേരിങ്ങനെയാണ്: ചെൻ ചെൻ. എന്താണ്? ചെൻ ചെൻ. 2 കോങ് കോങ്. 3 ലിയൻ. ഇത് 3 ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം 2023. ചെൻ ചെൻ, കോങ് കോങ്, ലിയൻ എന്നു പേരുള്ള 3 റോബോട്ടുകളാണ് ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. ഇനി ഏഷ്യൻ ഗെയിംസ് 2023 എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 45 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. എത്ര രാജ്യങ്ങളാണ് പങ്കെടുത്തത്? 45 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഈ പറയുന്ന ഏഷ്യൻ ഗെയിംസ് 2023 ഇതുവരെ ഇല്ലാത്ത 2 പുതിയ കായിക ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇ സ്പോർട്സ്. എന്താണ്? ഇ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു കായിക ഇനവും 2 ബ്രേക്ക് ഡാൻസും. ഓക്കെ, ബ്രേക്ക് ഡാൻസിങ് അതുപോലെ ഇ സ്പോർട്സ് എന്ന് പറയുന്ന 2 കായിക ഇനം പുതുതായിട്ട് ഉൾപ്പെടുത്തിയതാണ്. ഏഷ്യൻ ഗെയിംസ് 2023 പുതിയതായി ഉൾപ്പെടുത്തിയ 2 കായിക ഇനമാണ് ഇ സ്പോർട്സ് അതുപോലെ ബ്രേക്ക് ഡാൻസിങ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ നിന്നും എത്ര കായിക താരങ്ങൾ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ 655 പേരാണ് ഇന്ത്യയിൽ നിന്നും ടോട്ടലായിട്ട് പങ്കെടുത്ത കായിക താരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആര് എന്ന് ചോദിച്ചാൽ, ഏഷ്യൻ ഗെയിംസ് 2023 ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഹർമൻപ്രീത് സിംഗ്. ആദ്യത്തെ ആൾ ആരാണ്? ഹർമൻപ്രീത് സിംഗ് ആരാണ്? ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആണ് ഹർമൻപ്രീത് സിംഗ് കേട്ടോ. ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആണ് ഹർമൻപ്രീത് സിംഗ്. ഇനി രണ്ടാമത്തെ ഒരാളും കൂടി ഉണ്ട്, ലവ്ലീന ബോർഗോഹെയ്ൻ എന്ന് പറയുന്നത് ആരാണ്? ബോക്സിംഗ് താരമാണ് അല്ലേ. ബോക്സിംഗ് താരമാണ് ലവ്ലീന ബോർഗോഹെയ്ൻ. അപ്പോൾ ഉദ്ഘാടന വേളയിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഹർമൻപ്രീത് സിംഗും ലവ്ലീന ബോർഗോഹെയ്നുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി സമാപന ചടങ്ങുണ്ടല്ലോ, സമാപന ചടങ്ങിൽ പതാക ഏന്തിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് PR ശ്രീജേഷ് ആണ്. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത്. ആള് ഒരു മലയാളിയാണ്, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഏഷ്യൻ ഗെയിംസ് 2023 സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ മലയാളി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? PR ശ്രീജേഷ് ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഈ പറയുന്ന ഉദ്ഘാടന വേളയിൽ മാർച്ച് പാസ്റ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ മാർച്ച് പാസ്റ്റിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 8ാം സ്ഥാനമായിരുന്നു കേട്ടോ. 8ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ മാർച്ച് പാസ്റ്റിൽ നിന്നിട്ടുണ്ടായിരുന്നത്.
ഫസ്റ്റ് പൊസിഷനിൽ ഉണ്ടായിരുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഫസ്റ്റ് പൊസിഷനിൽ അഫ്ഗാനിസ്ഥാനാണ്. അതുപോലെ ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ ആരായിരിക്കും? ചൈനയായിരിക്കും. ആതിഥേയത്വ രാജ്യങ്ങൾ, അതായത് എവിടെയാണോ നടക്കുന്നത് ആ രാജ്യങ്ങൾ എപ്പോഴും ലാസ്റ്റ് പൊസിഷനിലാണ് മാർച്ച് പാസ്റ്റിൽ നിൽക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ നിന്നത് അഫ്ഗാനിസ്ഥാൻ, ലാസ്റ്റ് പൊസിഷൻ ചൈന. ഇന്ത്യയുടെ സ്ഥാനം 8ാം സ്ഥാനമായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ സ്പോൺസർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമുലാണ് കേട്ടോ. അമുലാണ് ഇന്ത്യൻ ടീമിന്റെ സ്പോൺസർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഏഷ്യൻ ഗെയിംസ് 2023 നമ്മുടെ ഇന്ത്യക്ക് എത്ര മെഡലുകളാണ് ലഭിച്ചത്? 107 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. അപ്പോൾ ഇതുവരെ എന്താണ് ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിട്ടുള്ളത് ഈ ഒരു വർഷമാണ്. 107 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. അപ്പോൾ ഈ 107 മെഡലുകൾ എന്ന് പറയുന്നതിൽ 28 സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. എത്ര സ്വർണം? 28 സ്വർണം. ദെൻ 38 വെള്ളി മെഡൽ നേടിയിട്ടുണ്ട്. 38 വെള്ളി മെഡൽ നേടിയിട്ടുണ്ട്. അതുപോലെ 41 വെങ്കല മെഡൽ നേടിയിട്ടുണ്ട്. 28 സ്വർണം നേടി, 38 വെള്ളി, 41 വെങ്കലം. അങ്ങനെയാണ് ടോട്ടൽ 107 മെഡൽ ആര് നേടുന്നത്? ഇന്ത്യ നേടുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയുടെ സ്ഥാനം മെഡൽ പട്ടികയിൽ എത്രയാണെന്ന് ചോദിച്ചാൽ മാർച്ച് പാസ്റ്റിൽ 8ാം സ്ഥാനമാണെന്ന് പറഞ്ഞു. മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനമാണ്. 4ാം സ്ഥാനത്താണ് ഇന്ത്യ മെഡൽ പട്ടികയിൽ നിൽക്കുന്നത്. അപ്പോൾ മെഡൽ പട്ടികയിൽ ആദ്യത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? ചൈനയാണ്. 1ാം സ്ഥാനത്ത് ചൈനയാണ്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ജപ്പാൻ. 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാ? ദക്ഷിണ കൊറിയ. ഓക്കെ, 1ാം സ്ഥാനം ചൈന, മെഡൽ പട്ടികയിൽ 1ാം സ്ഥാനം ചൈന, 2ാം സ്ഥാനം ജപ്പാൻ, 3ാം സ്ഥാനം ദക്ഷിണ കൊറിയ, 4ാം സ്ഥാനത്താണ് ആര് നിൽക്കുന്നത്? നമ്മുടെ ഇന്ത്യ നിൽക്കുന്നത് മെഡൽ പട്ടികയിൽ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ? ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഇന്ത്യക്ക് ടോട്ടലായിട്ട് 107 മെഡലുകൾ ലഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇതിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ചത് ഏത് ഇനത്തിനാണ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ചിട്ടുള്ള ഇനം ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്ലറ്റിക്സിലാണ്. അത്ലറ്റിക്സ് വിഭാഗത്തിലാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ചിട്ടുള്ളത്. 29 മെഡൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ 6 സ്വർണം ലഭിച്ചിട്ടുണ്ട്. 29 മെഡലാണ് അത്ലറ്റിക്സ് വിഭാഗത്തിൽ ലഭിച്ചത്. അതിൽ 6 സ്വർണം നേടിയിട്ടുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ചതാണ് ഇത് കേട്ടോ. ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ചതാണ് അത്ലറ്റിക്സ് വിഭാഗം. ഇനി ഏറ്റവും കൂടുതൽ സ്വർണം ലഭിച്ചത് ഏത് ഇനത്തിലാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ സ്വർണം നമ്മുടെ ഇന്ത്യ നേടിയിട്ടുള്ളത് ഏത് ഇനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷൂട്ടിങ്ങിലാണ് കേട്ടോ. ഷൂട്ടിങ്ങിലാണ് സ്വർണം ഏറ്റവും കൂടുതൽ നേടിയത്. അവിടെ 22 മെഡൽ നേടിയതിൽ 7 സ്വർണം നേടിയിട്ടുണ്ട്. 7 സ്വർണം നേടിയിട്ടുണ്ട് ഷൂട്ടിങ്ങിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ചത് അത്ലറ്റിക്സിലും ഏറ്റവും കൂടുതൽ സ്വർണം ലഭിച്ചത് ഷൂട്ടിങ്ങിലുമാണ്. ഇനി ആദ്യമായിട്ട് ഈ ഏഷ്യൻ ഗെയിംസ് 2023 ആദ്യത്തെ സ്വർണം എന്ന് പറയുന്നത് ഏത് ഇനത്തിലായിരുന്നു എന്ന് ചോദിച്ചാലും അതും ഈ ഷൂട്ടിങ്ങിലാണ്. ഷൂട്ടിങ്ങിൽ തന്നെയാണ് ആദ്യത്തെ സ്വർണ്ണ മെഡൽ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കഴിഞ്ഞ ഒരു എക്സാമിന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയിൽ ചോദിച്ചതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യക്ക് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് മെഡൽ നേടിയ ഇനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഏതൊക്കെ ഇനത്തിൽ സ്വർണം കിട്ടി, ഏതൊക്കെ ഇനത്തിൽ മെഡലുകൾ ലഭിച്ചു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യക്ക് സ്വർണം ലഭിച്ച ഇനങ്ങൾ ഏതൊക്കെ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇന്ത്യക്ക് ഇപ്പോൾ പറഞ്ഞു അത്ലറ്റിക്സിൽ 6 ഗോൾഡ് ലഭിച്ചിട്ടുണ്ട്, ഷൂട്ടിങ്ങിൽ 7 ഗോൾഡ് ലഭിച്ചിട്ടുണ്ട്. അടുത്ത ഇനമാണ് പറയുന്നത് ക്രിക്കറ്റ് കേട്ടോ. ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണം ലഭിച്ചിട്ടുണ്ട്. ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ രണ്ടും, അതായത് പുരുഷ ക്രിക്കറ്റിനും ലഭിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വനിതാ ക്രിക്കറ്റിനും ലഭിച്ചിട്ടുണ്ട്. രണ്ടിനും എന്ത് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്? സ്വർണം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ക്രിക്കറ്റിന് ഇന്ത്യക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? ഏഷ്യൻ ഗെയിംസിൽ സ്വർണം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കബഡി എന്ന് പറയുന്ന ഇനം ഉണ്ടല്ലോ, അതിലും ഇതുപോലെ തന്നെ പുരുഷ ഇനത്തിലും വനിതാ കബഡിയിലും രണ്ടിലും എന്ത് ലഭിച്ചിട്ടുണ്ട്? സ്വർണം ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇന്ത്യക്ക് സ്വർണം ലഭിച്ച ഇനങ്ങളാണ് പറയുന്നത്. ക്രിക്കറ്റിൽ ലഭിച്ചിട്ടുണ്ട്, കബഡിയിൽ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്രിക്കറ്റിൽ പുരുഷ ടീമിനും വനിതാ ടീമിനും സ്വർണ്ണമാണ് ലഭിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവരുടെ ടീമിലെ ക്യാപ്റ്റന്മാരുടെ പേരും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം.
ക്രിക്കറ്റിലെ പുരുഷ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋതുരാജ് ഗെയ്ക്വാദ് ആണ് കേട്ടോ. ഋതുരാജ് ഗെയ്ക്വാദ് കേട്ടോ, പേര് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഋതുരാജ് ഗെയ്ക്വാദ് ആണ് പുരുഷ ടീമിന്റെ ക്യാപ്റ്റൻ. ഈ വനിതാ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഹർമൻപ്രീത് കൗർ ആണ് കേട്ടോ. ഹർമൻപ്രീത് കൗർ ആണ് വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ. പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദും വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഹോക്കി എന്ന് പറയുന്ന വിഭാഗത്തില് ഹോക്കിയുടെ പുരുഷ താരങ്ങൾ ഉള്ള, അതായത് പുരുഷ ഹോക്കി ടീമിന് എന്ത് ലഭിച്ചു? സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ വനിതകളുടെ ഹോക്കി ടീമിന് എന്ത് ലഭിച്ചു? വനിതകൾക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? വെങ്കല മെഡലാണ് ലഭിച്ചിട്ടുള്ളത്. വനിതകൾക്ക് വെങ്കല മെഡലാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഹോക്കിയിലും എന്ത് ലഭിച്ചിട്ടുണ്ട്? സ്വർണം ലഭിച്ചിട്ടുണ്ട്. പുരുഷ ടീമിന് മാത്രമാണ് സ്വർണം എങ്കിലും നമുക്ക് സ്വർണം ലഭിച്ച ഇനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഹോക്കിയും ഉൾപ്പെടുന്നതാണ്. അപ്പൊ പുരുഷ ഹോക്കി ടീമിന് സ്വർണവും വനിതാ ഹോക്കി ടീമിന് വെങ്കല മെഡലും ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അതുപോലെ അടുത്തതാണ് അമ്പെയ്ത്ത് എന്ന് പറയുന്ന ഇനം. ഈ അമ്പെയ്ത്ത് എന്ന് പറയുന്നതിൽ രണ്ടിനും, പുരുഷനാണെങ്കിലും വനിതാ താരമാണെങ്കിലും രണ്ടിനത്തിലാണെങ്കിലും രണ്ടിനും എന്ത് ലഭിച്ചിട്ടുണ്ട്? സ്വർണം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അമ്പെയ്ത്തിലെ ടീമാണ്, അതിൽ പുരുഷന്മാരുടെ ടീമിനും വനിതകളുടെ ടീമിനും എന്ത് ലഭിച്ചിട്ടുണ്ട്? സ്വർണം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ അമ്പെയ്ത്തിൽ സ്വർണം ലഭിച്ചിട്ടുള്ള ടീമിലുള്ള മെമ്പേഴ്സിന്റെ പേര് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പേര് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ജ്യോതി സുരേഖ അമ്പെയ്ത്തിൽ വരുന്ന ആളാണ് കേട്ടോ. ജ്യോതി സുരേഖ. ഓജസ് പ്രവീൺ. ഓക്കെ, ഓജസ് പ്രവീൺ എന്ന് പറയുന്ന വ്യക്തി. ദെൻ അഭിഷേക് വർമ്മ. അതിഥി സ്വാമി. ഇവരെല്ലാം എന്തിൽ വരുന്നതാണ്? അമ്പെയ്ത്ത് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ്. ഇവരെല്ലാവരും സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ളവരാണ്. ജ്യോതി സുരേഖ, ഓജസ് പ്രവീൺ, അഭിഷേക് വർമ്മ, അതിഥി സ്വാമി എന്നിവർ. ഓക്കെ, ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടെ ഓർത്തിരിക്കാം. 41 വർഷത്തിന് ശേഷം ഇന്ത്യക്ക് സ്വർണം ലഭിച്ച ഒരു കായിക ഇനമുണ്ട്. അതായത് 1982 ഡൽഹിയിൽ വെച്ച് നടന്നിട്ടുള്ള മത്സരത്തിൽ സ്വർണം ഇന്ത്യ ഈ ഒരു ഇനത്തിൽ നേടിയതിന് ശേഷം 41 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഇതിൽ സ്വർണ്ണ മെഡൽ നേടുന്നത്. അത് ഏതിലാണെന്ന് ചോദിച്ചാൽ അശ്വാഭ്യാസം എന്ന് പറയുന്ന ഇനത്തിലാണ് കേട്ടോ. അശ്വാഭ്യാസം എന്ന് പറയുന്നതിലും ഇന്ത്യ എന്ത് നേടി? സ്വർണം നേടി. അപ്പോൾ ഇന്ത്യ സ്വർണം നേടിയ കായിക ഇനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത്ലറ്റിക്സ്, ഷൂട്ടിങ്, പിന്നെന്താ പറഞ്ഞ ക്രിക്കറ്റ്, കബഡി, ഹോക്കി, അമ്പെയ്ത്ത്. ഇപ്പം അത് എന്താണ്? അശ്വാഭ്യാസത്തിൽ 41 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? സ്വർണ്ണ മെഡൽ നേടുന്നത്. ഇത്രയും കിട്ടിയല്ലോ. ഇനി അടുത്തത് അതുപോലെ 50 മീറ്റർ ഷൂട്ടിങ്ങിൽ കേട്ടോ. 50 മീറ്റർ ഷൂട്ടിങ്ങിൽ ആർക്കാണ്? ലോക റെക്കോർഡോട് കൂടിയിട്ട് സ്വർണം നേടിയ ആളാണ് സിഫ്റ്റ് കൗർ സംറ. എന്താണ് ആളുടെ പേര്? സിഫ്റ്റ് കൗർ സംറ എന്ന് പറയുന്ന വ്യക്തി 50 മീറ്റർ ഷൂട്ടിങ്ങിൽ ലോക റെക്കോർഡോട് കൂടിയിട്ടാണ് സ്വർണം നേടുന്നത്. ഓക്കെ, അതുപോലെ 10 മീറ്റർ എയർ പിസ്റ്റലിൽ ഏഷ്യൻ ഗെയിംസ് റെക്കോർഡ് കൂടി സ്വർണം നേടിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലാക് ഗുലിയ ആണ് കേട്ടോ. പലാക് ഗുലിയയ്ക്ക് 17 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ. പലാക് ഗുലിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി അതുപോലെ 400 മീറ്റർ ഹർഡിൽസ് കേട്ടോ. 400 മീറ്റർ ഹർഡിൽസ് ആണ്. 400 മീറ്റർ ഹർഡിൽസിൽ ഈ പറയുന്നത് പോലെ 40 വർഷങ്ങൾക്ക് മുൻപ് PT ഉഷയുടെ റെക്കോർഡിനോടൊപ്പം എത്തിയിട്ടുള്ളതാണ്. ആരാണ് 100 മീറ്റർ ഹർഡിൽസിൽ PT ഉഷയുടെ റെക്കോർഡിനൊപ്പം എത്തിയത്? വിദ്യാ രാംരാജ് ആണ്. അവരുടെ പേരും കൂടെ ഓർത്തിരിക്കുക. 400 മീറ്റർ ഹർഡിൽസിൽ PT ഉഷയുടെ റെക്കോർഡിനോടൊപ്പം എത്തിയിട്ടുള്ള ആളാണ് വിദ്യാ രാംരാജ് എന്നുള്ളത് ഓർത്തിരിക്കുക. ദെൻ 3000 മീറ്റർ സ്റ്റിപ്പിൾ ചേസിൽ കേട്ടോ. 3000 മീറ്റർ സ്റ്റിപ്പിൾ ചേസിൽ
സ്വർണം നേടിയിട്ടുണ്ട്. ഓക്കെ, സ്വർണം നേടിയിട്ടുണ്ട്. അപ്പോൾ 3000 മീറ്റർ സ്റ്റിപ്പിൾ ചേസിൽ സ്വർണം നേടിയിട്ടുണ്ട്. അത് ഏഷ്യയുടെ ചരിത്രത്തിൽ തന്നെ, ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ തന്നെ അങ്ങനെ സ്റ്റിപ്പിൾ ചേസിൽ ഇന്ത്യ സ്വർണം നേടുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പം അങ്ങനെ ഈ പറയുന്ന സ്റ്റിപ്പിൾ ചേസിൽ സ്വർണം നേടിയിട്ടുള്ള ഇന്ത്യൻ താരമാണ് ആര്? അവിനാഷ് സാംബ്ലെ. അവിനാഷ് സാംബ്ലെ ഇതിലും സ്വർണം നേടി. ഓക്കെ, സ്റ്റിപ്പിൾ ചേസിൽ സ്വർണം നേടിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ പലാക് ഗുലിയ സ്വർണം നേടിയിട്ടുണ്ട്. സ്വിഫ്റ്റ് കൗർ സംറ സ്വർണം നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്തത് വനിതകളുടെ 5000 മീറ്റർ ഓട്ടം. വനിതകളുടെ 5000 മീറ്റർ ഓട്ടത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ഒരു റെക്കോർഡ് നേടുന്നത് ആരാണ്? പാരുൽ ചൗധരിയാണ് കേട്ടോ. പാരുൽ ചൗധരി 5000 മീറ്റർ ഓട്ടത്തിലാണ് മെഡൽ നേടുന്നത്. പിന്നെ ജാവലിൻ ത്രോ വിഭാഗത്തിൽ ആരാണ് സ്വർണം നേടുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, നീരജ് ചോപ്രയാണ്. അപ്പോൾ സ്വർണ്ണ മെഡലാണ് നേടിയത് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ജാവലിൻ ത്രോയിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും വെള്ളി മെഡൽ നേടിയ ഒരാളുണ്ട്. ആൾ ഇന്ത്യക്കാരനാണ്, കിഷോർ ജന എന്ന് പറയുന്ന ആള് ഇന്ത്യക്കാരനാണ്. ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. സ്വർണം നേടിയത് നീരജ് ചോപ്രയാണ്, വെള്ളി നേടിയത് കിഷോർ ജനയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ ജാവലിൻ ത്രോയിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്വർണം നേടിയ വനിതാ താരമുണ്ട്. ജാവലിൻ ത്രോയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്വർണം നേടിയിട്ടുള്ള ഒരു വനിതാ താരമുണ്ട്. അതാരാണ്? അന്നു റാണി. ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായിട്ടാണ് ജാവലിൻ ത്രോയിൽ ഒരു വനിതയ്ക്ക് സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത്. അത് അന്നു റാണിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അന്നു റാണി. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജാവലിൻ ത്രോയിൽ വനിതാ വിഭാഗം സ്വർണം നേടുന്നത് അന്നു റാണിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ ഷോട്ട് പുട്ടിൽ സ്വർണം ലഭിച്ചിട്ടുണ്ട്. ഷോട്ട് പുട്ടിൽ തേജീന്ദർ പാൽത്തോറിനാണ് കേട്ടോ. എന്താണ് പേര്? തേജീന്ദർ പാൽത്തോറിനാണ് ഷോട്ട് പുട്ടിൽ സ്വർണം ലഭിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ ബാഡ്മിന്റൺ എന്ന് പറയുന്ന ഇനം ഉണ്ടല്ലോ, ബാഡ്മിന്റൺ. അപ്പോൾ ഈ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യ സ്വർണം നേടിയിട്ടുണ്ട്. അതിൽ വരുന്നതാണ്, പുരുഷ ഡബിൾസിൽ വരുന്നത് ആരൊക്കെയാ? സാത്വിക് സായിരാജും ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് എന്നിവരാണ് ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് സ്വർണം ലഭിക്കുന്നത്. അപ്പോൾ ബാഡ്മിന്റണിലും എന്ത് ലഭിച്ചിട്ടുണ്ട്? സ്വർണം ലഭിച്ചിട്ടുണ്ട്. ഇനി പുരുഷ ബാഡ്മിന്റൺ സിംഗിൾസിൽ വെങ്കലം നേടിയ മലയാളിയാണ് ആര്? HS പ്രണോയുടെ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, മലയാളി ആയതുകൊണ്ട് തന്നെ ഓർത്തിരിക്കണം. പുരുഷ ബാഡ്മിന്റൺ സിംഗിൾസിൽ വെങ്കലം നേടുന്ന മലയാളിയാണ് HS പ്രണോയ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ ബാഡ്മിന്റൺ കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്വർണം നേടുന്നത് ടെന്നീസിലാണ്. അപ്പോൾ ടെന്നീസിൽ മിക്സഡ് ഡബിൾസിൽ സ്വർണം നേടിയിട്ടുണ്ട് കേട്ടോ. മിക്സഡ് ഡബിൾസിൽ സ്വർണം നേടിയിട്ടുണ്ട്. അതാരൊക്കെയാ? റോഹൻ ബൊപ്പണ്ണയും ഋതുജു ഭോസ്ലെയും. ഓക്കെ, ടെന്നീസിൽ സ്വർണം നേടിയത് ആരൊക്കെയാണ്? റോഹൻ ബൊപ്പണ്ണ, അതുപോലെ ഋതുജു ഭോസ്ലെ എന്നിവരാണ് ടെന്നീസിൽ കേട്ടോ. ടെന്നീസിൽ മിക്സഡ് ഡബിൾസിൽ സ്വർണം നേടുന്നത്. ടെന്നീസിൽ മിക്സഡ് ഡബിൾസിൽ സ്വർണം നേടിയത് ആരൊക്കെയാണ്? റോഹൻ ബൊപ്പണ്ണയും ഋതുജു ഭോസ്ലെയുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വർണം നേടിയ മറ്റൊരു ഇനമാണ് സ്ക്വാഷ് എന്ന് പറയുന്നത്. സ്ക്വാഷ് മിക്സഡ് ഡബിൾസിൽ സ്വർണം നേടിയ ആളുകളാണ് ദീപിക പള്ളിക്കൽ, അതുപോലെ ഹരീന്ദർ പാൽ സന്ധുവും ദീപിക പള്ളിക്കലും സ്ക്വാഷ് മിക്സഡ് ഡബിൾസിൽ സ്വർണം നേടിയിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഏഷ്യൻ ഗെയിംസിൽ ഗോൾഫിൽ വെള്ളി മെഡൽ നേടിയ ഒരു വ്യക്തിയുണ്ട്. ഗോൾഫിൽ വെള്ളി മെഡൽ നേടിയത് ആരാന്ന് ചോദിച്ചാൽ
അതിഥി അശോക് ആണ് കേട്ടോ. അതിഥി അശോക്. ചിലപ്പോൾ അതിഥി അശോക് ഏതു ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ ഗൾഫിൽ നിന്ന് ആളുകളൊക്കെ നമുക്ക് എപ്പോഴും അതിഥികളാണ്, ഗസ്റ്റ് ആണെന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. ഗോൾഫ് അതിഥി അശോക് കേട്ടോ. അതിഥി അശോകിന്റെ കായിക ഇനം ഏതാണ്? ഗോൾഫാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഗോൾഫിൽ വെള്ളി മെഡൽ നേടിയത് അതിഥി അശോക് ആണ്. ഇനി ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് സഞ്ജന ബാത്തുലയാണ് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന, സ്വർണം എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഏഷ്യൻ ഗെയിംസിൽ ഏതെങ്കിലും ഒരു ഇനത്തിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന് പറയുന്നത് ആരാണ്? സഞ്ജന ബാത്തുലയാണ്. 15 വയസ്സ് മാത്രമേ ആർക്ക് പ്രായമുള്ളൂ, 15 വയസ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഏറ്റവും പ്രായം കൂടിയ താരമാണ് ജഗ്ഗി ശിവദാസിനി, പുരുഷ താരമാണ്. 65 വയസ്സ് പ്രായമുണ്ട് കേട്ടോ. അപ്പൊ ഏറ്റവും പ്രായം കൂടിയ ആളാണ് ജഗ്ഗി ശിവദാസിനി. പ്രായം കുറഞ്ഞത് സഞ്ജന ബാത്തുല എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ടിട്ട് 3 ഇന്ത്യൻ താരങ്ങൾക്ക് വിസ നിഷേധിച്ചിട്ടുണ്ട്. ഓക്കെ, ചൈനക്കാരെന്ത് ചെയ്തു? 3 ഇന്ത്യക്കാർക്ക്, ഈ ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് 3 ഇന്ത്യക്കാർക്ക് വിസ നിഷേധിച്ചു. ആ 3 ഇന്ത്യക്കാർ എവിടത്തുകാരാണെന്ന് ചോദിക്കാം. അരുണാചൽ പ്രദേശ് കേട്ടോ. അരുണാചൽ പ്രദേശിലുള്ളവരാണ്. അവർക്കാണ് 3 പേരെ വിസ നിഷേധിച്ചിട്ട് അവരെ അങ്ങോട്ട് കയറ്റാതിരുന്നത്, ചൈനയിലോട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഒരു പോയിന്റ് പോലും വിട്ടുപോകാതെ പഠിക്കുക. എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. വേദി ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ സ്വർണം നേടിയ കായിക ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ പേരും അവരേത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം എല്ലാം നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്